ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായമാണ്. 45-ാം അധ്യായത്തിൽ ആകെ 26 വാക്യങ്ങളാണ് ഉള്ളത്. 3 ശീർഷകങ്ങളുടെ കീഴിലാണ് ഈ വാക്യങ്ങൾ ഉള്ളത്. മോശ, അഹറോൻ, ഫിനെഹസ് എന്നീ 3 പേരുടെ കീഴിൽ എല്ലാ ശീർഷകങ്ങളുടെ കീഴിലാണ് ഈ വാക്യങ്ങൾ വരുന്നത്. 45-ാം അധ്യായം 1 മുതൽ 5 വരെ മോശയെക്കുറിച്ചും 6 മുതൽ 22 വരെ അഹ്റോനെക്കുറിച്ചും 23 മുതൽ 26 വരെ ഫിനെഹസിനെക്കുറിച്ചുമാണ് പറയുന്നത്. നമുക്കിനി വാക്യങ്ങളിലേക്ക് കടക്കാം. 45-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം മോശ എന്ന ശീർഷകത്തിന് കീഴിലാണ് വരുന്നത്. അത് 45-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് മോശ എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്നത്. 45:1 യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. ഇപ്പം പ്രഭാഷകൻ്റെ പുസ്തകത്തെ 45-ാം അധ്യായത്തിൽ പറയുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ പറയുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് മോശയാണ്. ആരുടെ സന്തതികളിൽ നിന്നാണ് കർത്താവ് ഒരുവനെ ഉയർത്തിയത്? യാക്കോബിൻ്റെ സന്തതികളിൽ നിന്നാണ് കർത്താവ് ഒരുവനെ ഉയർത്തിയത്. യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അപ്പോൾ യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് എപ്രകാരമുള്ള ഒരുവനെയാണ് കർത്താവ് ഉയർത്തിയത്? യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെയാണ് കർത്താവ് ഉയർത്തിയത്. യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. കർത്താവ് ഉയർത്തിയ കാരുണ്യവാനായ അവൻ ജനത്തിന് എന്തായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. കർത്താവ് ഉയർത്തിയ കാരുണ്യവാനായ അവൻ ജനത്തിന് സുസമ്മതനായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും എന്തിനാണ് കർത്താവ് തിരഞ്ഞെടുത്തുവാൻ പാത്രമായത്? ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്കാണ് കർത്താവ് തിരഞ്ഞെടുത്തുവാൻ പാത്രമായത്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്രേ ഭാഗ്യസ്മരണാർഹനായ ആര്? അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. അപ്പോൾ 45:1 യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായി ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. 45:2 അവിടുന്ന് അവനെ മഹത്വത്തിൽ ദേവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അപ്പോൾ കർത്താവ് മോശയെ ആർക്ക് സമനാക്കിയതായാണ് പ്രഭാഷകൻ 45:2 പറയുന്നത്? കർത്താവ് മോശയെ ദേവദൂതന്മാർക്ക് സമനാക്കിയതായാണ് പ്രഭാഷകൻ 45:2 പറയുന്നത്. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദേവദൂതന്മാർക്ക് സമനാക്കി. കർത്താവ് മോശയെ എന്തിനാണ് ദേവദൂതന്മാർക്ക് സമനാക്കിയത്? കർത്താവ് മോശയെ മഹത്വത്തിലാണ് ദേവദൂതന്മാർക്ക് സമനാക്കിയത്. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദേവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം കർത്താവ് മോശയെ എന്താണ് ചെയ്തത്? ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം കർത്താവ് മോശയെ ശക്തനാക്കുകയാണ് ചെയ്തത്. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. 45:2 അവിടുന്ന് അവനെ മഹത്വത്തിൽ ദേവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. 45:3 അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു. മോശ അപേക്ഷിച്ചപ്പോൾ കർത്താവ് എന്താണ് പിൻവലിച്ചത്? മോശ അപേക്ഷിച്ചപ്പോൾ കർത്താവ്
അടയാളങ്ങൾ പിൻവലിച്ചു. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത്? രാജാക്കന്മാരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത്. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള എന്താണ് മോശയെ ഏൽപ്പിച്ചത്? കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകളാണ് മോശയെ ഏൽപ്പിച്ചത്. അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു. തൻ്റെ ഭാഗികമായ എന്താണ് കർത്താവ് മോശയ്ക്ക് നൽകിയത്? തൻ്റെ ഭാഗികമായ ദർശനമാണ് കർത്താവ് മോശയ്ക്ക് നൽകിയത്. അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു. തൻ്റെ എന്തിൻ്റെ ഭാഗികമായ ദർശനമാണ് കർത്താവ് മോശയ്ക്ക് നൽകിയത്? തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനമാണ് കർത്താവ് മോശയ്ക്ക് നൽകിയത്. തൻ്റെ മഹത്വത്തിൻ്റെ അവിടുന്ന് തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു. 45:3 അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധി കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു. 45:4 വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. അപ്പോൾ കർത്താവ് മോശയെ എന്ത് ചെയ്തതായാണ് പ്രഭാഷകൻ 45:4 പറയുന്നത്? വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു എന്നാണ് 45:4 പറയുന്നത്. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. വിശ്വസ്തതയും മറ്റെന്തും കൊണ്ടാണ് കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത്? വിശ്വസ്തതയും സൗമ്യതയും കൊണ്ടാണ് കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത്. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ എന്തിൻ്റെയും ഇടയിൽ നിന്നാണ് കർത്താവ് മോശയെ തിരഞ്ഞെടുത്തത്. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്നാണ് കർത്താവ് മോശയെ തിരഞ്ഞെടുത്തത്. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. അപ്പോൾ 45:4 വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. 44:5 തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ, ജീവൻ്റെ വിജ്ഞാനത്തിൻ്റെ നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. അപ്പോൾ തൻ്റെ എന്താണ് കർത്താവ് മോശയെ കേൾപ്പിച്ചത്? തൻ്റെ സ്വരമാണ് കർത്താവ് മോശയെ കേൾപ്പിച്ചത്. തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട എവിടേക്കാണ് കർത്താവ് മോശയെ നയിച്ചത്? ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്കാണ് കർത്താവ് മോശയെ നയിച്ചത്. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. എപ്രകാരമാണ് കർത്താവ് മോശയ്ക്ക് കൽപ്പനകളും നിയമങ്ങളും നൽകിയത്? മുഖാഭിമുഖം അവിടുന്ന് കൽപ്പനകളും നിയമങ്ങളും മോശയ്ക്ക് നൽകി. മുഖാഭിമുഖം കൽപ്പനകൾ, ജീവൻ്റെ വിജ്ഞാനത്തിൻ്റെയും നിയമം അവിടുന്ന് നൽകി. ജീവൻ്റെയും മറ്റെന്തിൻ്റെയും നിയമമാണ് കർത്താവ് മോശയ്ക്ക് നൽകിയത്? ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമമാണ് കർത്താവ് മോശയ്ക്ക് നൽകിയത്. ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെ നിയമമാണ് കർത്താവ് മോശയ്ക്ക് നൽകിയത്. യാക്കോബിന് തൻ്റെ എന്ത് അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് മോശയ്ക്ക് കൽപ്പനകളും നിയമങ്ങളും നൽകിയത്? യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് വേണ്ടി തന്നെ. ആരെ തൻ്റെ നീതി അഭ്യസിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് മോശയ്ക്ക് കൽപ്പനകളും നിയമങ്ങളും നൽകിയത്? അത് ആരെയാണ്? ഇസ്രായേലിനെ തൻ്റെ നീതി അഭ്യസിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് മോശയ്ക്ക് കൽപ്പനകളും നിയമങ്ങളും നൽകിയത്. യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ.
45:5 തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ, ജീവന്റെ വിജ്ഞാനത്തിന് നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഇത്രയും ഭാഗമാണ് 45-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളാണ് മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മോശ എന്ന ശീർഷകത്തിന് കീഴിൽ വന്നിരിക്കുന്നത്. ഇത്രയും ഭാഗം നമുക്ക് ഒന്നുകൂടി വായിക്കാം. മോശ 45:1 യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. 45:2 അവിടുന്ന് അവനെ മഹത്വത്തിൽ ദേവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. 45:3 അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു. 45:4 വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. 45:5 തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ, ജീവന്റെ വിജ്ഞാനത്തിൻ്റെ നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. 45-ാം അധ്യായം 6 മുതലുള്ള ഭാഗം അത് അഹറോൻ എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്നതാണ്. 6 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് അഹറോൻ എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്നത്. നമുക്കത് വായിക്കാം. 45:6 ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെപ്പെടുന്ന വിശുദ്ധനുമായ അഹറോനെ അവിടുന്ന് ഉയർത്തി. അപ്പോൾ അഹറോൻ ഏത് ഗോത്രക്കാരനായിരുന്നു? അഹ്റോൻ ലേവി ഗോത്രക്കാരനായിരുന്നു. ലേവി ഗോത്രജനായിരുന്നു അഹ്റോൻ. ആരുടെ സഹോദരനായിരുന്നു അർഹോൻ? അർഹോൻ മോശയുടെ സഹോദരനായിരുന്നു. അർഹോൻ മോശയുടെ സഹോദരനായിരുന്നു. മോശയെപ്പോലെ തന്നെ എപ്രകാരമുള്ള അഹ്റോനെയാണ് കർത്താവ് ഉയർത്തിയത്? മോശയെപ്പോലെ തന്നെ വിശുദ്ധനായ അഹ്റോനെയാണ് കർത്താവ് ഉയർത്തിയത്. മോശയെപ്പോലെ തന്നെ വിശുദ്ധനായ അഹ്റോൻ. അപ്പം 45:6 ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെപ്പെടുന്ന വിശുദ്ധനുമായ അഹ്റോനെ അവിടുന്ന് ഉയർത്തി. 45:7 അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ കർത്താവ് അഹ്റോനുമായി നിത്യമായി എന്താണ് ചെയ്തത്? കർത്താവ് അഹ്റോനുമായി നിത്യമായി ഉടമ്പടിയാണ് ചെയ്തത്. കർത്താവ് അഹ്റോനുമായി നിത്യമായി ഉടമ്പടി ചെയ്തു. കർത്താവ് അഹ്റോന് ജനത്തിൻ്റെ എന്താണ് നൽകിയത്? കർത്താവ് അഹ്റോന് ജനത്തിൻ്റെ പൗരോഹിത്യമാണ് നൽകിയത്. ജനത്തിൻ്റെ പൗരോഹിത്യമാണ് കർത്താവ് അഹ്റോന് നൽകിയത്. വിശിഷ്ടമായി എന്തുകൊണ്ടാണ് കർത്താവ് അഹ്റോനെ അനുഗ്രഹിച്ചത്? വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ടാണ് കർത്താവ് അഹ്റോനെ അനുഗ്രഹിച്ചത്. തിരുവസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. 45:7 അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. 45:8 മഹിമയേറിയ മേനകി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാഴ്ചട്ടിയും നീണ്ട അങ്കിയും എബോധും അവന് നൽകി. അപ്പം മഹിമയേറിയ എന്താണ് കർത്താവ് അഹ്റോനെ അണിയിച്ചത്? മഹിമയേറിയ മേനകിയാണ് കർത്താവ് അഹ്റോനെ അണിയിച്ചത്. മഹിമയേറിയ മേനകി അവനെ അണിയിച്ചു. എന്തിൻ്റെ പൂർണ്ണതയാണ് കർത്താവ് അഹ്റോനെ അണിയിച്ചത്? മഹിമയുടെ പൂർണ്ണതയാണ് കർത്താവ് അഹ്റോനെ അണിയിച്ചത്. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. എന്ത് നൽകിയാണ് കർത്താവ് അഹ്റോനെ ശക്തനാക്കിയത്? അധികാര ചിഹ്നങ്ങൾ നൽകിയാണ് കർത്താവ് അഹ്റോനെ ശക്തനാക്കിയത്.
അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കർത്താവ് നൽകിയതായി പ്രഭാഷകൻ 45:8 പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? കർത്താവ് നൽകിയതായിട്ട് ആ വാക്യത്തിൽ പറയുന്ന ആദ്യ കാര്യം എന്ന് പറയുന്നത് കാഴ്ചട്ടയാണ്. കാഴ്ചട്ട നൽകിയതായിട്ടാണ് പറയുന്നത്. കാഴ്ചട്ടയും നീണ്ട അങ്കിയും എഫോദും അവന് നൽകി. നീണ്ട അങ്കിയോടൊപ്പം കർത്താവ് അഹ്റോന് നൽകിയത് എന്താ? നീണ്ട അങ്കിയോടൊപ്പം കർത്താവ് അവന് നൽകിയത് എഫോദാണ്. കാഴ്ചട്ടയും നീണ്ട അങ്കിയും എഫോദും അവന് നൽകി. 45:8 മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാഴ്ചട്ടയും നീണ്ട അങ്കിയും എഫോദും അവന് നൽകി. 45:9 അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണ്ണമണികളും തുന്നിച്ചേർത്തു. അപ്പം അങ്കിക്ക് ചുറ്റും തുന്നിച്ചേർത്തതായി പ്രഭാഷകൻ ആദ്യം പറയുന്ന വസ്തു ഏതാ? അങ്കിക്ക് ചുറ്റും ചേർത്തതായി പ്രഭാഷകൻ ആദ്യം പറയുന്ന വസ്തു മാതള നാരങ്ങയാണ്. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണ്ണമണികളും തുന്നിച്ചേർത്തു. നടക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ അങ്കിക്ക് ചുറ്റും ധാരാളമായി എന്താണ് തുന്നിച്ചേർക്കപ്പെട്ടത്? നടക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ അങ്കിക്ക് ചുറ്റും ധാരാളമായി സ്വർണ്ണമണികളാണ് തുന്നിച്ചേർക്കപ്പെട്ടത്. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണ്ണമണികളും തുന്നിച്ചേർത്തു. ഇനി എവിടെ തൻ്റെ ആഗമനത്തെ അറിയിക്കാനാണ് അങ്കിക്ക് ചുറ്റും ധാരാളമായി സ്വർണ്ണമണികൾ തുന്നിച്ചേർക്കപ്പെട്ടത്? അപ്പം ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാനാണ് അങ്കിക്ക് ചുറ്റും ധാരാളമായി സ്വർണ്ണമണികൾ തുന്നിച്ചേർക്കപ്പെട്ടത്. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണ്ണമണികളും തുന്നിച്ചേർത്തു. 45:9 അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണ്ണമണികളും തുന്നിച്ചേർത്തു. 45:10 സ്വർണ്ണ നീല ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. അപ്പോൾ താഴെ പറയുന്ന എന്തൊക്കെയാണ് അണിയിച്ചത്? ഏതൊക്കെ കളറുള്ള ചിത്രപ്പണികളിലൂടെ വസ്ത്രം അണിയിച്ചത്? സ്വർണ്ണ നീല ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രമാണ് അവിടെ അവനെ അണിയിച്ചത്. സ്വർണ്ണ നീല ധൂമ്രവർണ്ണം കലർന്ന എന്തോട് കൂടിയ വിശുദ്ധ വസ്ത്രമാണ് അവിടുന്ന് അവനെ അണിയിച്ചത്? സ്വർണ്ണ നീല ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രമാണ് അവിടുന്ന് അവനെ അണിയിച്ചത്. സ്വർണ്ണ നീല ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഇനി ഉറീനോടൊപ്പം കർത്താവ് അണിയിച്ച മറ്റൊരു വസ്തു എന്താണ്? ഉറീനോടൊപ്പം കർത്താവ് അണിയിച്ച മറ്റൊരു വസ്ത്രമാണ് തുമ്മി. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. പ്രഭാഷകൻ 45:10 സ്വർണ്ണ നീല ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. 45:11 കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചുമപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണ്ണപ്പണിക്കാരൻ മുദ്രത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകം എന്നിവ അണിയിച്ചു. അപ്പം കരവിരുതോടെ പിരിച്ചെടുത്ത എന്ത് നൂലിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചുമപ്പ് നൂലിനെക്കുറിച്ചാണ് പ്രഭാഷകൻ ഗ്രന്ഥകാരൻ പറയുന്നത്. കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചുമപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണ്ണപ്പണിക്കാരൻ മുദ്രത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകം എന്നിവ അണിയിച്ചു. അപ്പം ആരുടെ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്?
ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. അപ്പം കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചുമപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവയെ അനുസ്മരിപ്പിക്കാൻ സ്വർണ്ണപ്പണിക്കാരെ മുദ്രമോതിരത്തി എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകം എന്നിവ അണിയിച്ചു. ഇനി പ്രഭാഷകൻ കർത്താവ് 45:11 വാക്യത്തിൽ കർത്താവ് അണിയിച്ചതായിട്ട് പറയുന്നത് എന്താ? കർത്താവ് അണിയിച്ചതായിട്ട് പറയുന്നത് സ്വർണ്ണഫലകമാണ്. കർത്താവ് അണിയിച്ചതായിട്ട് പറയുന്നത് 45:11 കർത്താവ് അണിയിച്ചതായിട്ട് പറയുന്നത് സ്വർണ്ണഫലകമാണ്. ലിഖിതങ്ങൾ കൊത്തിയ എന്ത് പതിപ്പിച്ച സ്വർണ്ണഫലകമാണ് കർത്താവ് അഹരോനെ അണിയിച്ചത്? ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകമാണ് കർത്താവ് അഹരോനെ അണിയിച്ചത്. രത്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകം. സ്വർണ്ണപ്പണിക്കാരൻ എന്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങളാണ് സ്വർണ്ണഫലകത്തിൽ പതിപ്പിച്ചത്. സ്വർണ്ണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങളാണ് സ്വർണ്ണഫലകത്തിൽ പതിപ്പിച്ചത്. മുദ്രമോതിരത്തിൽ എന്ന പോലെ. 45:11 കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചുമപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണ്ണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകം എന്നിവ അണിയിച്ചു. 45:12 അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിൽ ഒരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അപ്പോൾ അഹരോൻ്റെ തലപ്പാവിൽ എന്തുകൊണ്ടുള്ള കിരീടമാണ് കർത്താവ് അണിയിച്ചിരിക്കുന്നത്? അഹരോൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള കിരീടമാണ് കർത്താവ് അണിയിച്ചിരിക്കുന്നത്. സ്വർണം കൊണ്ടുള്ളത്. അഹരോൻ്റെ കിരീടത്തിൽ എന്താണ് ഒരു മുദ്രയിൽ എന്ന പോലെ കൊത്തിയിരിക്കുന്നത്? അഹരോൻ്റെ കിരീടത്തിൽ വിശുദ്ധി എന്നാണ് ഒരു മുദ്രയിൽ എന്ന പോലെ കൊത്തിയിരിക്കുന്നത്. അഹരോൻ്റെ കിരീടം ആരുടെ കരചാതുരിയാണ് പ്രകടമാക്കുന്നത്? അഹരോൻ്റെ കിരീടം വിദഗ്ധൻ്റെ കരചാതുരിയാണ് പ്രകടമാക്കുന്നത്. വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും പിന്നെ എന്തുമാണ്? വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. 45:12 അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിൽ ഒരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. 45:13 അവൻ്റെ കാലത്തിന് മുൻപ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവൻ്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. അഹരോൻ്റെ എന്തിനു മുൻപാണ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ലാത്തത്? അഹരോൻ്റെ കാലത്തിന് മുൻപാണ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ലാത്തത്. അത്ര മനോഹരമായ വസ്തുക്കൾ അണിഞ്ഞിട്ടില്ലാത്തതായി പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ചാണ്? അത്ര മനോഹരമായ വസ്തുക്കൾ അണിഞ്ഞിട്ടില്ലാത്തതായി പ്രഭാഷകൻ പറയുന്നത് അന്യരെക്കുറിച്ചാണ്. അവൻ്റെ മക്കളും പിന്നെ ആരുമാണ് എക്കാലവും അത് ധരിച്ചത്? അവൻ്റെ മക്കളും പിന്നെ പിൻഗാമികളുമാണ് എക്കാലവും അത് ധരിച്ചത്. അവൻ്റെ മക്കളും പിൻഗാമികളും. ഇപ്പം 45:13 അവൻ്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവൻ്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. 45:14 എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം അവൻ്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. എല്ലാ ദിവസവും എത്ര പ്രാവശ്യമാണ് അഹരോൻ്റെ ഹോമബലി ദഹിപ്പിക്കപ്പെടുന്നത്? എല്ലാ ദിവസവും 2 പ്രാവശ്യമാണ് അഹരോൻ്റെ ഹോമബലി ദഹിപ്പിക്കപ്പെടുന്നത്. 45:14 എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം അവൻ്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും.
45:15 മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിതധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണത്. ആരാണ് അഹറോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത്? മോശയാണ് അഹറോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത്. അഹറോനും അവൻ്റെ പിൻഗാമികൾക്കും എന്തുപോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് കർത്താവ് നൽകിയത്. അഹറോനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് കർത്താവ് നൽകിയത്. ആർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള ഉടമ്പടിയാണ് അഹറോനും അവൻ്റെ പിൻഗാമികൾക്കും നൽകിയത്? ആർക്ക് ശുശ്രൂഷ ചെയ്യാനാ? കർത്താവിന് ശുശ്രൂഷ ചെയ്യാനുള്ള ഉടമ്പടിയാണ് അഹറോനും അവൻ്റെ പിൻഗാമികൾക്കും നൽകിയത്. എന്തനുഷ്ഠിക്കുവാൻ വേണ്ടിയുള്ള ഉടമ്പടിയാണ് അഹറോനും അവൻ്റെ പിൻഗാമികൾക്കും ലഭിച്ചത്? പുരോഹിതധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഉടമ്പടിയാണ് അഹറോനും അവൻ്റെ പിൻഗാമികൾക്കും ലഭിച്ചത്. അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ എന്ത് ചെയ്യാൻ വേണ്ടിയുള്ള ഉടമ്പടിയാണ് അഹ്റോനും അവൻ്റെ പിൻഗാമികൾക്കും ലഭിച്ചത്? അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കുവാൻ വേണ്ടിയുള്ള ഉടമ്പടിയാണ് അഹ്റോനും അവൻ്റെ പിൻഗാമികൾക്കും ലഭിച്ചത്. 45:15 മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിതധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണത്. 45:16 ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവിന് ബലി അർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. കർത്താവ് അഹ്റോനെ എവിടെ നിന്നാണ് തിരഞ്ഞെടുത്തത്? കർത്താവ് അഹ്റോനെ മാനവകുലത്തിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്. ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവിന് എന്തർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് അവനെ തിരഞ്ഞെടുത്തത്? ജനങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലി അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് അവനെ തിരഞ്ഞെടുത്തത്. വേണ്ടിയിട്ട് സ്മരണാംശമായി കുന്തുരുക്കത്തോടൊപ്പം മറ്റെന്തർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് അവനെ തിരഞ്ഞെടുത്തത്? സ്മരണാംശമായി കുന്തുരുക്കത്തോടൊപ്പം സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് അവനെ തിരഞ്ഞെടുത്തത്. സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. 45:16 ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലി അർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. 45:17 തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. കർത്താവ് കൊടുത്തതായി ഈ 17-ാം വാക്യത്തിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താ? കർത്താവ് കൊടുത്തതായിട്ട് ഈ 17-ാം വാക്യത്തിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിയമങ്ങളാണ്. എന്തിനുള്ള അധികാരമാണ് കർത്താവ് അഹ്റോന് കൊടുത്തത്? കർത്താവ് അഹ്റോന് വിധി പ്രസ്താവിക്കാനുള്ള അധികാരമാണ് കൊടുത്തത്. വിധി പ്രസ്താവിക്കാൻ അധികാരമാണ് കർത്താവ് അഹ്റോന് കൊടുത്തത്. തൻ്റെ പ്രമാണങ്ങൾ ആരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് അഹ്റോന് ഇവയെല്ലാം നൽകിയത്? തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് അഹ്റോന് ഇവയെല്ലാം നൽകിയത്. തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് എന്ത് നൽകുന്നതിന് വേണ്ടിയാണ് കർത്താവ് അഹ്റോന് ഇവയെല്ലാം നൽകിയത്? തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് കർത്താവ് അഹ്റോന് ഇവയെല്ലാം നൽകിയത്. 45:17 തൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതിനും തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവനെ തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. 45:18 ദാഥാനും അബീറാമും
അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമി വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. അപ്പോൾ ദാത്താനോടൊപ്പം മറ്റാരും ആണ് അവരുടെ അനുയായികളുമാണ് അന്യഗോത്രക്കാരുടെ കൂട്ടത്തിൽപ്പെടുന്നത്. ദാത്താനോടൊപ്പം അബീറാമും അവരുടെ അനുയായികളുമാണ് ഗോത്രക്കാരുടെ കൂട്ടത്തിൽപ്പെടുന്നത്. ആരുടെ സംഘം ഉൾപ്പെട്ട അന്യഗോത്രക്കാരാണ് കോപക്രാന്തരായത്? ആരുടെ സംഘത്തിൽപ്പെട്ടതാണ്? കോറഹിൻ്റെ സംഘം ഉൾപ്പെട്ട അന്യഗോത്രക്കാരാണ് കോപാക്രാന്തരായത്. അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അഹ്റോനെതിരെ എന്താണ് നടത്തിയത്? അന്യഗോത്രക്കാർ കോപക്രാന്തരായി അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തുകയാണ് ചെയ്തത്. അന്യഗോത്രക്കാർ കോപക്രാന്തരായി അഹ്റോനെതിരെ എവിടെ വെച്ചാണ് അസൂയാലുക്കളായത്? അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അഹ്റോനെതിരെ മരുഭൂമി വെച്ചാണ് അസൂയാലുക്കളായത്. മരുഭൂമി വെച്ചാണ് അഹ്റോനെതിരെ അവർ അസൂയാലുക്കളായത്. 45:18 ദാതാനും അബീറാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമി വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. 45:19 കർത്താവ് ഇത് കണ്ട് കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. ആരാണ് അന്യഗോത്രക്കാരുടെ പ്രവർത്തനങ്ങൾ കണ്ട് കോപിച്ചത്? കർത്താവാണ് അന്യഗോത്രക്കാരുടെ പ്രവർത്തനങ്ങൾ കണ്ട് കോപിച്ചത്. കർത്താവിൻ്റെ എന്തിനാണ് അവർ നശിച്ചു പോയത്? കർത്താവിൻ്റെ ക്രോധത്തിലാണ് അവർ നശിച്ചു പോയത്. കർത്താവ് കോപാക്രാന്തരായ അന്യഗോത്രക്കാർക്കെതിരെ എന്തു പ്രവർത്തിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. കർത്താവ് കോപക്രാന്തരായ അന്യഗോത്രക്കാർക്കെതിരെ അത്ഭുതം പ്രവർത്തിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. എന്തിൽ അവരെ ദഹിപ്പിക്കേണ്ടതിനാണ് കർത്താവ് അവർക്കെതിരെ അത്ഭുതം പ്രവർത്തിച്ചത്? ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിനാണ് കർത്താവ് അവർക്കെതിരെ അത്ഭുതം പ്രവർത്തിച്ചത്. 45:19 കർത്താവ് ഇത് കണ്ട് കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. 45:20 അവിടുന്ന് അഹ്റോൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. കർത്താവ് അഹ്റോൻ്റെ എന്തു വർദ്ധിപ്പിച്ചതായാണ് പ്രഭാഷകൻ 45:20 പറയുന്നത്. കർത്താവ് അഹ്റോൻ്റെ മഹത്വം വർദ്ധിപ്പിച്ചതായാണ് പ്രഭാഷകൻ 45:20 പറയുന്നത്. കർത്താവ് അഹ്റോൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് അവന് എന്താണ് നൽകിയത്? കർത്താവ് അഹ്റോൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് അവന് പ്രത്യേക അവകാശമാണ് നൽകിയത്. അതിവിശിഷ്ടമായ എന്താണ് കർത്താവ് അഹ്റോന് അനുവദിച്ച് കൊടുത്തത്? അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങളാണ് കർത്താവ് അഹ്റോന് അനുവദിച്ചു കൊടുത്തത്. ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള എന്താണ് കർത്താവ് അഹ്റോന് ധാരാളമായി നൽകിയത്? ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പമാണ് കർത്താവ് അഹ്റോന് ധാരാളമായി നൽകിയത്. 45:20 അവിടുന്ന് അഹ്റോൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. 45:21 കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. കർത്താവിന് നൽകിയ എന്താണ് അഹ്റോനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നത്? കർത്താവിന് നൽകിയ ബലിവസ്തുക്കളാണ് അഹ്റോനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നത്. 45:21 കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. 45:22
എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവൻ്റെ ഓഹരിയും അവകാശവും. എവിടെയാണ് അഹ്റോന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടാകാതിരുന്നത്? ദേശത്താണ് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടാകാതിരുന്നത്. എന്തു തന്നെയാണ് അഹ്റോൻ്റെ അവകാശവും ഓഹരിയും ആയിരുന്നത്? കർത്താവ് തന്നെയാണ് അഹ്റോൻ്റെ അവകാശവും ഓഹരിയും ആയിരുന്നത്. കർത്താവാണ് അഹ്റോൻ്റെ അവകാശവും ഓഹരിയും. 45:22 എന്ന ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവൻ്റെ ഓഹരിയും അവകാശവും. അഹ്റോൻ എന്ന ശീർഷകത്തിന് കീഴിൽ വന്ന വചനഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത്രയും ഭാഗം നമുക്ക് ഒരിക്കൽ കൂടി വായിച്ചു നോക്കാം. 45:6 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളാണ് അഹ്റോൻ എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്നത്. ആ ഭാഗം നമുക്കൊന്നുകൂടി വായിച്ച് നമ്മളുടെ മനസ്സിലേക്ക് ഹൃദിസ്ഥമാക്കാം. അഹ്റോൻ 45:6 ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെപ്പോലെ തന്നെ വിശുദ്ധനുമായ അഹ്റോനെ അവിടുന്ന് ഉയർത്തി. 45:7 അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. 45:8 മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാഴ്ചട്ടിയും നീണ്ട അങ്കിയും എഫോദും അവന് നൽകി. 45:9 അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണ്ണമണികളും തുന്നിച്ചേർത്തു. 45:10 സ്വർണ്ണ നീല ധൂമ്ര വർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. 45:11 കരവിരുതോടെ പിരിച്ചെടുത്ത കടു ചുവപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണ്ണപ്പണിക്കാരെ മുദ്രമോതിർത്തി എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകം എന്നിവ അണിയിച്ചു. 45:12 അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിൽ ഒരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. 45:13 അവൻ്റെ കാലത്തിന് മുൻപ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവൻ്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. 45:14 എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം അവൻ്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. 45:15 മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിതധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണത്. 45:16 ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. 45:17 തൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതിനും തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. 45:18 ദാഥാനും അബീറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമി വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. 45:19 കർത്താവ് ഇത് കണ്ട് കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. 45:20 അവിടുന്ന് അഹ്റോൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. 45:21 കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. 45:22 എന്ന ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവൻ്റെ ഓഹരിയും അവകാശവും. ഇത്രയാണ് അഹ്റോൻ എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ശീർഷകത്തേക്ക് കടക്കാം. അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത ശീർഷകം എന്ന് പറയുന്നത് ഫിനെഹാസ് എന്നാണ്. ഫിനെഹാസിനെ കുറിച്ച് പറയുന്നത് 45:23 മുതൽ 26 വരെയാണ് ഫിനെഹാസ് എന്ന ശീർഷകത്തിന് കീഴിൽ ഫിനെഹാസിനെ കുറിച്ച് പറയുന്നത്. 45:23
എലയാസ്തറിൻ്റെ പുത്രനായ ഫിനെഹാസിനാണ് മഹത്വത്തിൻ്റെ 3-ാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിപ്പോയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അപ്പം ആരുടെ പുത്രനാണ് ഫിനെഹസ് എന്ന് പറയുന്നത്? എലയാസറിൻ്റെ പുത്രനാണ് ഫിനെഹസ്. എലയാസറിൻ്റെ പുത്രനാണ് ഫിനെഹസ്. എലയാസറിൻ്റെ പുത്രൻ ഫിനെഹസിന് മഹത്വത്തിൻ്റെ എത്രാം സ്ഥാനമാണ്? എലയാസറിൻ്റെ പുത്രനായ ഫിനെഹസിന് മഹത്വത്തിൻ്റെ 3-ാം സ്ഥാനമാണ് ഉള്ളത്. 3-ാം സ്ഥാനം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഫിനെഹാസ് എന്തിൽ തീഷ്ണതയുള്ളവനായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഫിനെഹാസ് ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ദൈവഭക്തി തീഷ്ണതയുള്ളവനായിരുന്നു എന്ന്. ജനം എന്തു ചെയ്തപ്പോഴും ഫിനെഹാസ് ഉറച്ചു നിന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ജനം വഴിതെറ്റിപ്പോയപ്പോഴും ഫിനെഹാസ് ഉറച്ചു നിന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഫിനെഹാസ് ആരുടെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത്? ഫിനെഹാസ് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത്. ഫിനെഹാസ് തൻ്റെ എന്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ടാണ് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത്? ഫിനെഹാസ് തൻ്റെ ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ടാണ് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത്. അപ്പോൾ 45:23 എലയാസറിൻ്റെ പുത്രനായ ഫിനെഹാസിനാണ് മഹത്വത്തിൻ്റെ 3-ാം സ്ഥാനം. അവൻ ദൈവഭക്തി തീഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. 45:24 അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനു വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. ഫിനെഹസുമായി എന്ത് ഉറപ്പിക്കപ്പെട്ടതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ 45:24 പറയുന്നത്? ഫിനെഹസുമായി സമാധാന ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ 45:24 പറയുന്നത്. അതിനാൽ അവൻ എന്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെ നേതാവായിരിക്കുന്നതിനും എന്തിനു വേണ്ടിയും കൂടിയാ അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെ നേതാവായിരിക്കുന്നതിനും വേണ്ടി എന്നാണ് പറയുന്നത്. വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടിയാണ് അവനും അവൻ്റെ സന്തതികളും എന്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിന് വേണ്ടിയാണ് ഫിനെഹസുമായി ഉടമ്പടി നൽകപ്പെട്ടത്. അവനും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിന് വേണ്ടിയാണ് ഫിനെഹസുമായി ഉടമ്പടി നൽകപ്പെട്ടത്. 45:24 അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെ നേതാവായിരിക്കുന്നതിനും അവനും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിന് വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. 45:25 യൂദാ ഗോത്രജനായ ജസ്സയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹ്റോൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്കാണ്. അപ്പം യൂദാ ഗോത്രത്തിലെ ആരുടെ പുത്രനുമായാണ് ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത്? യൂദാ ഗോത്രജനായ ജസ്സയുടെ പുത്രനുമായാണ് ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത്. ഏത് രാജാവിനെക്കുറിച്ചാണ് ഈ വചനഭാഗത്ത് പറയുന്നത്? ദാവീദ് രാജാവിനെക്കുറിച്ചാണ് ഈ വചനഭാഗത്ത് പറയുന്നത്. ദാവീദ് രാജാവിനെക്കുറിച്ചാണ് ഈ 45:25 പറയപ്പെടുന്നത്. രാജാവിൻ്റെ എന്താണ് അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത്? രാജാവിൻ്റെ പിന്തുടർച്ചാ അവകാശമാണ് അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത്. പിന്തുടർച്ചാ അവകാശം. രാജാവിൻ്റെ പിന്തുടർച്ചാ അവകാശം സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ എന്തിൻ്റെ പിന്തുടർച്ചാവകാശം അല്ലെങ്കിൽ ആരുടെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്കാണ്.
രാജാവിൻ്റെ പിന്തുടർച്ചാവകാശം സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹ്റോൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്കാണ്. ഇപ്പം 45:25 യൂദാ ഗോത്രജനായ ജസ്സയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹ്റോൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്കാണ്. 45:26 തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. തൻ്റെ ജനത്തെ എപ്രകാരം വിധിക്കുന്നതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ 45:26 പറയുന്നത്. തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ 45:26 പറയുന്നത്. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ 45:26 പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത്? അഹ്റോനെക്കുറിച്ചാണ് പ്രഭാഷകൻ 45:26 പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത്. തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കാൻ കർത്താവ് അഹ്റോനെ എന്തുകൊണ്ട് നിറയ്ക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കാൻ കർത്താവ് അഹ്റോനെ ഐശ്വര്യം കൊണ്ട് നിറയ്ക്കട്ടെ എന്നാണ് ഐശ്വര്യം നൽകട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവിടെ എന്ത് നിലനിൽക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അവരുടെ മഹത്വം തലമുറകൾ തോറും നിലനിൽക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം എന്തുതോറും നിലനിൽക്കുകയും ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ എന്ന് പ്രഭാഷകൻ പറയുന്നു. അപ്പം ഇത്രയാണ് ഇതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത്. അപ്പം 45:26 തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിനും കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. ഫിനെഹാസ് എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്ന വചനഭാഗം നമുക്ക് ഒരിക്കൽ കൂടി വായിച്ച് ഹൃദയസ്ഥമാക്കാം. ഫിനെഹാസ് 45:23 എലയാസറിൻ്റെ പുത്രനായ ഫിനെഹാസിനാണ് മഹത്വത്തിൻ്റെ 3-ാം സ്ഥാനം. അവൻ ദൈവഭക്തി തീഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിൻ്റെ കർമ്മോത്സുകമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. 45:24 അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെ നേതാവായിരിക്കുന്നതിനും അവനും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. 45:25 യൂദാ ഗോത്രജനായ ജസ്സയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹ്റോൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്കാണ്. 45:26 തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. ഇനി നമുക്ക് ഈ പ്രഭാഷണ പുസ്തകം 45-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഒരിക്കൽ കൂടി വായിച്ച ഈ അധ്യായം ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഹൃദയസ്ഥമാക്കാം. മോശ 45:1 യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. 45:2 അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. 45:3 അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു. 45:4 വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. 45:5 തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ, ജീവൻ്റെ വിജ്ഞാനത്തിൻ്റെ നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. അഹ്റോൻ 45:6 ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെപ്പോലെ തന്നെ വിശുദ്ധനുമായ അഹ്റോനെ അവിടുന്ന് ഉയർത്തി. 45:7 അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും
ജനത്തിൻ്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. 45:8 മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടിയും നീണ്ട അങ്കിയും എഫോദും അവന് നൽകി. 45:9 അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണ്ണമണികൾ തുന്നിച്ചേർത്തു. 45:10 സ്വർണ്ണ നീല ധൂമ്ര വർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. 45:11 കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചെമപ്പു നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണ്ണപ്പണിക്കാരെ മുദ്രമോതിർത്തി എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകം എന്നിവ അണിയിച്ചു. 45:12 അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിൽ ഒരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. 45:13 അവൻ്റെ കാലത്തിന് മുൻപ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവൻ്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. 45:14 എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം അവൻ്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. 45:15 മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിതധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണത്. 45:16 ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. 45:17 തൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതിനും തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാൻ അധികാരവും കൊടുത്തു. 45:18 ദാഥാനും അബീറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമി വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. 45:19 കർത്താവ് ഇത് കണ്ട് കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. 45:20 അവിടുന്ന് അഹ്റോൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. 45:21 കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. 45:22 എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവൻ്റെ ഓഹരിയും അവകാശവും. ഫിനെഹാസ് 45:23 എലയാസൻ്റെ പുത്രനായ ഫിനെഹാസിനാണ് മഹത്വത്തിൻ്റെ 3-ാം സ്ഥാനം. അവൻ ദൈവഭക്തി തീഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിൻ്റെ കർമ്മോത്സുകമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. 45:24 അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെ നേതാവായിരിക്കുന്നതിനും അവനും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. 45:25 യൂദാ ഗോത്രജനായ ജസ്സയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹ്റോൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്കാണ്. 45:26 തൻ്റെ ജനത്തെ നീതിപൂർവ്വം വിധിക്കുന്നതിന് കർത്താവ് നിൻ്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. അപ്പോൾ 45-ാം അധ്യായം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും വായിച്ച് ഈ വചനം ഹൃദയസ്ഥമാക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.